ബോണ്ടായി വെടിവെപ്പ് പിന്നിൽ IS പ്രചോദനം, ലക്ഷ്യം വച്ചത് കൂട്ടക്കൊല എന്ന് AFP കമ്മീഷണർ. സിഡ്നി ബോണ്ടി ബീച്ചിലെ ജൂത ഹാനുക്ക ആഘോഷത്തിനിടെ നടന്ന വെടിവെപ്പിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് IS ഭീകരവാദത്തിൽ നിന്നുള്ള പ്രചോദനമാണെന്ന് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് AFP കമ്മീഷണർ ക്രിസി ബാരറ്റ്. ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന സാജിദ് അക്രം 50, നവീദ് അക്രം 24 എന്നിവർ മരണസംഖ്യ ഉയർത്താൻ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും പോലീസ് വ്യക്തമാക്കി. പിതാവും മകനും ചേർന്ന് നടത്തിയ വെടിവെപ്പിൽ 40ഓളം പേർക്ക് പരിക്കേറ്റു. 1996 പോർട്ട് ആർതർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ വെടിവെപ്പാണിത്. സംഭവത്തെ തുടർന്ന് ദേശീയ സംസ്ഥാന തോക്ക് നിയമങ്ങൾ കർശനമാക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇരകളുടെ പ്രായമോ ശാരീരിക അവസ്ഥയോ പരിഗണിക്കാതെ പരമാവധി ആളുകളെ വധിക്കുക എന്നതായിരുന്നു അക്രമികളുടെ ലക്ഷ്യമെന്ന് AFP കമ്മീഷണർ പറഞ്ഞു. പ്രതികളുടെ കാറിൽ നിന്ന് കൈകൊണ്ട് നിർമ്മിച്ച 2 IS പതാകകൾ കണ്ടെടുത്തതായി NSW പോലീസ് കമ്മീഷണർ മാൽ ലാനിയോൺ സ്ഥിരീകരിച്ചു. ഇത് IS ശൈലിയിലുള്ള ഭീകരാക്രമണമാണെന്നതിന്റെ പ്രാഥമിക സൂചനയാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. നിലവിലെ അന്വേഷണത്തിൽ മറ്റ് വ്യക്തികൾക്ക് പങ്കുള്ളതായി തെളിവില്ലെന്നും എന്നാൽ അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇതിൽ മാറ്റം വന്നേക്കാമെന്നും ക്രിസി ബാരറ്റ് കൂട്ടിച്ചേർത്തു. ഇവർ ഒരു മതത്തെയല്ല, മറിച്ച് ഒരു ഭീകര സംഘടനയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. സംഭവത്തിൽ AFP, NSW പോലീസ്, ജോയിന്റ് കൗണ്ടർ ടെററിസം ടീം, ASIO ഉൾപ്പെടെ എന്നിവർ സമാന്തര അന്വേഷണം നടത്തിവരികയാണ്.